ആദ്യ കുമ്പസാരത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനുമുണ്ടായിരുന്ന ആ തീക്ഷ്ണതയും ഭക്തിയും ഇപ്പോൾ ഉണ്ടോ? മാറിപ്പോയില്ലേ? സ്നേഹമൊക്കെ പോയില്ലേ? കുർബാനയോടുള്ള ആഗ്രഹമൊക്കെ പോയില്ലേ? ഇപ്പം മാറാത്തത് കർത്താവാണ്, നമ്മളാണ് മാറിപ്പോയത്. ഈ 1 മണിക്കൂർ സമയമെങ്കിലും ഒന്നും മാറാതെ നിൽക്കാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങ് കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെ ആയിരുന്ന ആദ്യത്തേത് അതിന് കഴുകൻ്റെ ചിറകുകളുണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ 2 കാലിൽ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ രണ്ടാമത്തേത് കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അതിന്
3 വാരിയലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുള്ള പുള്ളിപ്പുലി പോലെയുള്ള മറ്റൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനു ശേഷം നിശാദർശനത്തിൽ ഇതാ, ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്ക് പല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണങ്ങളായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരിക്കുകയും ചെയ്തു. മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ, മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ 3 വേരോടെ പിഴുതുമാറ്റപ്പെട്ടു. ഇതാ, ഈ കൊമ്പിൽ മനുഷ്യൻ്റെതുപോലെയുള്ള കണ്ണുകളും വൻപ് പറയുന്ന ഒരു വായും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി. പുരാതനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ തീജ്വാലകളായിരുന്നു. അവൻ്റെ സിംഹാസനം, അതിൻ്റെ ചക്രങ്ങൾ കത്തി കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിൻ്റെ വൻപ് പറച്ചിൽ കേട്ടു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിൻ്റെ ശരീരം നശിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തുമാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ, വാനമേഘങ്ങളോടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യം, മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്. അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യം അനശ്വരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. മലകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടത്തേക്ക് പാടി പുകഴ്ത്തുവീൻ. കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഉറവകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. സമുദ്രങ്ങളെ, നദികളെ കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. തിമിംഗങ്ങളെ, ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശപ്പറവകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. വന്യമൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. കർത്താവിനെ വാഴ്ത്തുവീൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല, അവൻ്റെ രാജത്വം അനശ്വരമാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാം വാക്യം, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 13-ാം വാക്യം, അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. ഇന്നത്തെ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങനൊരു കാര്യം ധ്യാനിക്കുന്നത് നല്ലതാണ്. കർത്താവിന് മാറ്റമില്ല. കർത്താവ് ഏത് സ്നേഹത്തോടുകൂടെ, ഏത് അനുഗ്രഹത്തോടുകൂടെ നമ്മളെ വിളിച്ചുവോ അതിൽ ഇപ്പോഴും കർത്താവിന് മാറ്റം വന്നിട്ടില്ല. നമ്മളായിരിക്കും ഒരു പക്ഷേ പിന്നോക്കം പോയത്. നമ്മൾ അബ്രഹാം മാതാവ്, അവരെ വിശ്വാസികളുടെ പിതാവെന്നും വിശ്വാസികളുടെ മാതാവെന്നൊക്കെയാണ് വിളിക്കുന്നത്. അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവ്, മാതാവിന് വിശ്വാസികളുടെ മാതാവ്. കാരണം അവർ പരീക്ഷണങ്ങളിലൊക്കെ മാറ്റമില്ലാതെ തമ്പുരാൻ്റെ കൂടെ നിന്നവരാണ്. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാത്തോട് ദൈവം പറഞ്ഞത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത്. ഉൽപ്പത്തി 12:2, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതിൽ കർത്താവിന് മാറ്റം വന്നിട്ടില്ല. അബ്രഹാത്തിന് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. അബ്രഹാത്തിൻ്റെ ചിലപ്പോൾ സാറ പറഞ്ഞത് കേട്ടത് കൊണ്ടൊക്കെ ആകാം, ചിലപ്പോൾ ചില വിചാരങ്ങളിലൂടെ നയിക്കപ്പെട്ടത് കൊണ്ടാകാം. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോകുമ്പോൾ തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചിലപ്പോൾ ചെയ്തതുകൊണ്ട് ദുരിതമുണ്ടായിട്ടുണ്ട്. ഈ പോകുന്ന യാത്രയിൽ വെറുതെ ഒന്ന് ഈജിപ്തിലേക്ക് പോയി. അവിടെ പോകുന്ന വഴിയിലൊരു ക്ഷാമമുണ്ടായി, ഒരു സ്ഥലത്ത് വലിയ ക്ഷാമമുണ്ടായി. അപ്പം ക്ഷാമമില്ലാത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ കൂടെ കൂട്ടിയ ആളാണ് ഹാഗാർ. ഈ ഹാഗാറിന് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നീട് സാറ അബ്രഹാത്തോട് പറയുന്നത്, എനിക്ക് കുട്ടിയുണ്ടാവുന്നില്ല, ഇനി ഹാഗാറിനെ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞ് അതൊരു വലിയ കെണിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു, സ്വന്തം ഭാര്യ പോലും കൂടെ നിൽക്കുന്നില്ല. അങ്ങനെ ഹാഗാർ ഗർഭിണിയായപ്പോഴും തനിക്ക് അപമാനമായി. അപ്പോൾ പിന്നെ അബ്രഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അബ്രഹാം അതിൽ സാറ പറഞ്ഞിട്ടാണ് അബ്രഹാം അങ്ങനെ ചെയ്തത്, പക്ഷെ പിന്നീട് കുറ്റക്കാരൻ അബ്രഹാമായി. അബ്രഹാം അത് നിശബ്ദമായിട്ട് സഹിച്ചു. കാരണം തൻ്റെ തെറ്റാണ്, ദൈവം പറഞ്ഞതാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറഞ്ഞതാണ്. ആ പറഞ്ഞതൊന്ന് കേട്ട് കുറച്ച് അങ്ങനെ ക്ഷമയോടുകൂടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇസ്മായേൽ വളർന്നു. ഹാഗാറിലുണ്ടായ കുട്ടി ഇസ്മായേൽ വളർന്നു. ഇസ്മായേലിന് 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. അങ്ങനെ 2 മക്കളും കൂടി തോട്ടത്തിലിരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ സാറയ്ക്ക് അത് സഹിച്ചില്ല. സാറ ഉടനെ പറയുകയാണ്, ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹാത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു. അത് ഉൽപ്പത്തി 21:9. അവൾ അബ്രഹാത്തോട് പറഞ്ഞു, അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. അബ്രഹാം എന്തു ചെയ്യും? 2 അബ്രഹാത്തിൻ്റെ പുത്രന്മാരാണ്. തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാ പറയുക. കൂടെയുള്ള ഭാര്യ കൂടെ നിന്നില്ല, തള്ളിപ്പറഞ്ഞു. 2ാമത്തെ അവസരമാണിത്, 2ാമത്തെ സമയം. ഇനി നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അബ്രഹാം
അതിനൊന്നും കുറ്റപ്പെടുത്തിയില്ല. നീ പറഞ്ഞിട്ടല്ലേടി ഞാനത് ചെയ്തത് എന്നൊന്നും ചോദിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കണ്ട, സാറ പറയുന്നത് പോലെ ചെയ്യുക, കാരണം ഇസാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അത് ദൈവം കൊടുത്ത വാഗ്ദാനം, അതിൽ മാറ്റമില്ല. അതാണ് അബ്രഹാത്തിന് വലിയ സ്വർഗീയമായ ഒരു ആശ്വാസമുണ്ടായത്. 22-ാം അധ്യായത്തിലും അബ്രഹാത്തിന് സ്വർഗീയമായ ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഉൽപ്പത്തി 21:12 ഉൽപ്പത്തി 22:12 സ്വർഗീയമായ ആശ്വാസം. അങ്ങനെ മകനെ കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് പിടിക്കുമ്പോഴും കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിന്റെ ഏകപുത്രന് എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഇതാണ് കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന്, മാറാത്ത ദൈവത്തിൻ്റെ കൂടെ മാറാതെ ഞാൻ ഉണ്ട് എന്ന് അബ്രഹാം പ്രൂവ് ചെയ്തു. അതാണ് അബ്രഹാം വിജയിച്ചു. മാറാത്ത ദൈവത്തിൻ്റെ കൂടെ ഞാൻ മാറാതെ കൂടെ ഉണ്ട്. അതാണ്. ഇനി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹറോത്തിന് മുൻപിൽ മിഗ്ദോലിനും കടലിനും മധ്യേ ബൽസെഫോൻ്റെ എതിർവശത്തേക്ക് പാളയമടിക്കുവിൻ. പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം, കാരണം ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ചെങ്കടൽ പകത്തി വരെ കടത്തിവിടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ദൈവം കട്ടക്ക് കൂടെ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മോശ വഴി എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. പക്ഷേ ഫറവോയുടെ സൈന്യം പുറകെ വരുന്നത് കണ്ടപ്പോൾ അവർ പകച്ചുപോയി. അവർ പിന്നെ കുറ്റം പറയാൻ തുടങ്ങി. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നത്? എന്തിനാണ്? ഞങ്ങൾ അടിമപ്പണി ചെയ്ത് അവിടെ താമസിച്ചാണല്ലോ. അവർ മാറി, അവരുടെ മനസ്സ് മാറി. മനസ്സിലായോ? കർത്താവ് കൂടെ ഉണ്ട്, പക്ഷേ ഇസ്രായേൽ ജനത്തിന് ചാഞ്ചാട്ടം. മാറാത്തവൻ കർത്താവാണ്, നമ്മളാണ് മാറുന്നത്. നമ്മുടെ മനസ്സിലാണ് വിശ്വാസക്കുറവ് ഒക്കെ വരുന്നത്. അത് അങ്ങനെ ജനം ഇങ്ങനെ പറയുമ്പോൾ മോശ പറയുന്നുണ്ട്, നമുക്കറിയാമല്ലോ, ക്രിക്കറ്റ് കളിയിൽ അവർ ദമീമ റോഡ്രിക്സ് അല്ലേ, ദമീമ റോഡ്രിക്സ് അങ്ങനെയല്ലേ അവരുടെ പേര്. അവർ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇത് മോശയാണ് പറയുന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പക്ഷെ അടുത്ത വചനം മോശയോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? നീ വടിയെടുത്ത് ഉയർത്ത്. കാരണം മോശയ്ക്ക് പോലും മനസ്സിലൊരു ചാഞ്ചാട്ടം, കർത്താവ് ഇടപെടുവോ, കർത്താവ് എന്തെങ്കിലും ചെയ്യുമോ? ദൈവമേ, ഞാൻ ഈ ജനത്തിൻ്റെ നേതാവായിട്ട് ഇങ്ങനെ കൂടെ നടക്കുകയാണല്ലോ. അപ്പം കർത്താവ് നിന്റെ വടി കയ്യിലെടുത്ത കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. മനസ്സിലായോ? മനഃശാഞ്ചല്യമുണ്ടായത് മോശയ്ക്ക് കുറച്ച് മനഃശാഞ്ചല്യം ഉണ്ടായി. ജനമിങ്ങനെ കിടന്ന് പെറുപെറുക്കുന്നുണ്ട്. ജനത്തിന് ഭയങ്കരമാം വിധം അവരിങ്ങനെ ഏറിയും കുറഞ്ഞു ഇങ്ങനെ നിന്നിരുന്നു. കർത്താവിനോടുള്ള സമർപ്പണത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള വിധേയത്വത്തിൽ അവരിങ്ങനെ ഏറിയും കുറഞ്ഞു നിന്നിരുന്നു. ഇതാണ് നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി പത്രോസിനോട്, പുതിയ നിയമത്തിൽ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിലാണ്. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ ഇത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നിന്റെ മേൽ സഭ ഞാൻ സ്ഥാപിക്കും. പക്ഷെ പത്രോസും മാറിപ്പോയി. ഇത്രയും മാറാതെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ പത്രോസ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം എത്ര തവണ തള്ളിപ്പറഞ്ഞു, മാറ്റിപ്പറഞ്ഞു. എനിക്കിവനറിയില്ല, ആണയിട്ട് പറഞ്ഞു, ശപഥം ചെയ്തു പറഞ്ഞു. മനസ്സിലായി? മാറ്റം കണ്ടോ? എന്തൊരു മാറ്റാ പത്രോസിനുണ്ടായത്. പക്ഷെ കർത്താവ് മാറിയില്ല. കർത്താവ് പത്രോസിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അതാണ് നമ്മൾ എവിടെയാണ് മാറിപ്പോയത്? മാറ്റമില്ലാത്തത്. വചനം കടന്നു പോവുകയല്ല, വചനത്തിന് മാറ്റമുണ്ടാകുകയില്ല. എല്ലാം കടന്നു പോകും, പക്ഷെ വചനത്തിന് മാറ്റമുണ്ടാവുകയില്ല. എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അവിടെയാണ് മറിയം അത് ഈ വാക്ക്, കടന്നു പോകാത്ത ദൈവം, അനുസരണയോടെ അവസാനം വരെ, മരണം വരെ ദൈവഹിതം നിറവേറ്റാൻ, ദൈവത്തിൻ്റെ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് അങ്ങനെ അവസാനം വരെ മാറാതെ നിന്ന്
യേശുവെന്ന വാക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ വരട്ടെ, എനിക്ക് ആ വാക്ക് മതി. അതാണ് മറിയം അത് പ്രൂവ് ചെയ്തു. അബ്രഹാത്തെ പോലെ മറിയവും അത് പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് മറിയം ഇത്ര ഉന്നതയായിട്ട് നിൽക്കുന്നത്. നമ്മളിപ്പം മറിയത്തെ പിടിക്കുന്നതും മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമ്മൾ അത് ആഗ്രഹിക്കുന്നതും മാറാതെ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി പുത്രനെ ആരാധിക്കുന്ന കാര്യത്തിൽ പുത്രനെ വിട്ടുകളയാതെ ഉള്ളിൽ കിട്ടിയ നിധിയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നതിൽ മറിയം ഉന്നതയാണ്. അതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ പിടിക്കുന്നത്. നമുക്കത് കുറച്ച് പറ്റുന്നില്ല. അതുകൊണ്ടാണ് മറിയത്തോട് തന്നെ പ്രാർത്ഥിക്കും. യഥാർത്ഥത്തിൽ വീട് വിട്ടുപോയത് ധൂർത്തപുത്രന്, അപ്പൻ വീട്ടിൽ തന്നെ ഉണ്ട്. അതങ്ങനെ ഒന്ന് ധ്യാനിച്ച, വീട് വിട്ടുപോയത് ധൂർത്തപുത്രനാണ്, വീട് വിട്ടു പോകാത്തത് അപ്പന്. അതായത് വീട്ടിൽ തന്നെ ഉണ്ട്, തൻ്റെ കൂട്ടത്തിലുണ്ട്. ഇനി മൂത്ത മകൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചത് മൂത്ത മകനാണ്. അപ്പൻ വീട്ടിൽ കയറ്റാത്തതല്ല. മനസ്സിലായോ? നമ്മൾക്കാണ് മാറ്റം വന്നത്. അപ്പന്, സ്വർഗീയ അപ്പന് മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ സൃഷ്ടിച്ചപ്പം മുതൽ ഇപ്പം വരെ സ്വർഗീയ അപ്പന് മാറ്റം വന്നിട്ടില്ല. ഈശോയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഈശോയിലൂടെ നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. കേരള ജനതയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും പ്രകടമാണ്. ഒന്ന് ദുശീലങ്ങൾ. സ്രഷ്ടാവ് പരിപാലിക്കുന്ന ശരീരത്തിൽ ദുശീലങ്ങൾ, പാപ കാരണമായ കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവെക്കുന്നു. ഇല്ലേ? എന്തുകൊണ്ടാണ് മദ്യപിക്കുമ്പോൾ നേരെ തലക്കടിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് തലച്ചോറിൽ 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അതിലൊന്ന് അഞ്ചാമത്തേത് ട്രിജേമിനൽ നെർവ്, അത് മുഖത്തേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് വായിലൂടെ എടുക്കുന്നെല്ലാം നേരെ തലക്കടിക്കുന്നത്. ഓട്ടിസം പോലുള്ള രോഗങ്ങൾ, അപസ്മാരം പോലുള്ള രോഗങ്ങൾ, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ, അത് തലച്ചോറിലെ നെർവ് സിസ്റ്റങ്ങൾക്ക് വരുന്ന കുഴപ്പം കൊണ്ടാണ്. അപ്പം ഇത്ര അത്ഭുതകരമായ നെർവ് സിസ്റ്റം കൊണ്ടു നടന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേടാണത്. ഇനി വിവാഹേതര ബന്ധം പുലർത്തി എന്തെങ്കിലും ഒരു തെറ്റിന് വിധേയമായാൽ വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം 5 കൂദാശകളല്ലേ? വിവാഹം വരെ 5 കൂദാശകളാണ്. 5 കൂദാശകൾ സ്വീകരിച്ചയാള് വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം കൊണ്ട് പാപത്തിൽ വെച്ചു കൊടുത്തു. മാറ്റം. കർത്താവിന് മുമ്പിൽ വാക്ക് പറഞ്ഞതാ, ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വാക്ക് പറഞ്ഞതാ. വാക്ക് മാറിയതാരാ? വാക്ക് മാറ്റുന്നതാരാ? അപ്പം അതാണ് ഈ ദുശീലങ്ങൾ പ്രശ്നമാണ്. ഇനി ദുരാചാരങ്ങൾ നല്ല അന്തസ്സോടുകൂടെ ഞായറാഴ്ച ആചരണവും കുമ്പസാരവും ഒക്കെ നടത്തി ചില പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പിടിവിട്ടു. നമ്മൾ പിന്നെ വസ്തുക്കളൊക്കെ ആശ്രയിക്കുക. തമ്പുരാനെ വിട്ടു, കുറച്ചു നേരം തമ്പുരാനെ വിട്ടു. താക്കോലും ചരടും തൂവാലയും തമ്പുരാനെ വിട്ടു. ദുരാചാരങ്ങൾ. ഇനി വിശ്വാസക്കുറവ്. അത് ഇസ്രായേൽ ജനത്തിനുണ്ടായതുപോലെ വിശ്വാസക്കുറവ്. ദൈവം ഇടപെടുവോ, ദൈവം എന്നെ സഹായിക്കുമോ എന്ന് വിശ്വാസക്കുറവ്. അത് കേരള ജനതയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ലോകാരൂപി ദൈവം വന്നതും, അതായത് ഈശോ ഭൂമിയിലേക്ക് വന്നതും, ഈശോ വരാൻ വേണ്ടി മറിയം തൻ്റെ ജീവിതം വിട്ടുകൊടുത്തതും അത് പരിശുദ്ധാത്മാവിലാണ്. ഇതിൻ്റെ ഫലമായി സ്വീകരിക്കുന്ന പാപമോചനം, രക്ഷയും സ്വീകരിക്കാൻ വരുന്നതോ ലോകാരൂപിയിൽ ഷോർട്സ് ധരിച്ച് വരിക, സ്കാഫ് ധരിക്കാതെ വരിക, പള്ളിക്കകത്ത് കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുക, ഫോൺ വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ലോകാരൂപിയും കയറ്റിവെച്ചിരിക്കുക. നമുക്കാണ് മാറ്റം വന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വന്നു. അതാണ് മാറാത്തവൻ കർത്താവാണ്. കർത്താവ് കൂടെ ഉണ്ട്. വീടിന് പുറത്തേക്ക് ദൂരെ പോയതും പള്ളിക്ക് പുറത്ത് നിൽക്കാൻ തുടങ്ങിയതും പള്ളി വരാതായതും നീയാണ്. ഇനി വീട്ടിൽ കയറാൻ വിസമ്മതിച്ചത്, മൂത്ത മകനെ പോലെ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചത്, നിനക്ക് കിട്ടാത്തതിനെ ചൊല്ലി പെറുപെറുക്കാൻ തുടങ്ങിയത് നീയാണ്. നിനക്ക് തരാൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വരുന്ന ക്രിസ്മസ് 30 ദിവസം പോലും ഇല്ല. ക്രിസ്മസിന് നിനക്ക് തരാൻ വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റ് ഒടേ തമ്പുരാൻ പുത്രൻ തമ്പുരാൻ നൽകിയെങ്കിൽ നിനക്ക് തരാൻ കുഞ്ഞെങ്കിൽ കുഞ്ഞ്, ജോലിയെങ്കിൽ ജോലി, കടബാധ്യത മാറ്റാനാണെങ്കിൽ അത്, വീടെങ്കിൽ വീട്,
ജീവിത പങ്കാളിയെ കിട്ടാനാണെങ്കിൽ നിനക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ മാറാതെ തമ്പുരാന്റെ കൂടെ ഒന്ന് നിന്ന് നോക്ക്. മാറാത്ത, ഒരിക്കലും മാറാത്ത തമ്പുരാന്റെ കൂടെ നീ ഒന്ന് നിന്ന് നോക്ക്, നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാറാതെ നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ, നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ, നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം, വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം, അനവരതം കൃപ ചൊരിയുന്നീശോ ആരാധന. പരിശുദ്ധമ്മേ, അമ്മ മാറാതെ നിന്നതുപോലെ തമ്പുരാൻ്റെ കൂടെ ആ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ ചുവട്ടിൽ വരെ നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഇഷ്ടത്തിന് കാരണമായ പരിശുദ്ധമ്മേ, മാറാത്ത തമ്പുരാൻ്റെ കൂടെ മാറാതെ നിൽക്കാൻ, അങ്ങനെ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റുവാനും ഈ വരുന്ന ക്രിസ്മസിന് നല്ല ക്രിസ്മസ് സമ്മാനങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും മീനും ആശീർവദിച്ചരാ കൈകളിൽ നാദാ ഈടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി ആത്മദാനമായി നൽകാൻ അപ്പവും മീനും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങ് നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൾ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അത് വിശുദ്ധവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും
വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുവത് വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സഹായരാജമെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ലോകത്തിൽ അങ്ങേ പക്കൽ നിന്ന് അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദാസർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവാകാൻ ഭാഗ്യപ്പെട്ട വിശുദ്ധ യേശുപിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങിടയാക്കി ഞങ്ങളെ അങ്ങിൽ നിന്നൊരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ